സ്വർഗീയ സ്വരം എന്ന സുവിശേഷ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുൻപിൽ വരുവാൻ കിട്ടിയ ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി ആലുവയിൽ സുവിശേഷ വേലയിലായിരിക്കുന്ന പ്രൊഫസർ PM വർക്കി സാർ ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷവും സമ്പൽ സമൃദ്ധിയും പുതുജീവനും നിറഞ്ഞ ഒരു നവവത്സരം ആശംസിക്കുന്നു. പുതിയതായിട്ട് നാം എന്ത് തുടങ്ങുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്കും കാരണമായി തീരും. വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആരംഭങ്ങളും ഈ നവവത്സരവും ദൈവത്തിൽ നിന്ന് ആരംഭിക്കുവാനായിട്ട് നാം നമ്മെ തന്നെ ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കും. നമ്മളുടെ കുന്നുംപുറങ്ങൾ ഉല്ലാസം ധരിക്കും. നമ്മുടെ മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് നിറയും. താഴ്വരകൾ ധാന്യം കൊണ്ട് നിറയും. അവ ആർക്കുകയും പാടുകയും ചെയ്യും. ദൈവപുരുഷനായ മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന നാം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ, അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എന്ന് അദ്ദേഹം തൻ്റെ പ്രാർത്ഥനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ, അതെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഈ നവവത്സരത്തിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവം സാധ്യമാക്കി തരുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നിൻ്റെ വഴി ദൈവത്തിന് സമർപ്പിക്കുക. അവനിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും എന്ന് സങ്കീർത്തനക്കാരനും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മുടെ വഴികളെ നമുക്ക് ദൈവത്തിനായിട്ട് സമർപ്പിച്ച് ദൈവത്തിൽ തന്നെ രസിച്ച് അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കുമ്പോൾ അവൻ നമ്മെ സന്തോഷിപ്പിക്കുകയും അവൻ്റെ കൃപയിൽ മുന്നേറുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സമ്പൽ സമൃദ്ധിയും അനുഗ്രഹവും കടന്നു വരുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. മനുഷ്യജീവിതം നാം നോക്കിയാൽ ദുരിതപൂർണവും പല വിധത്തിലുള്ള പ്രശ്ന സങ്കീർണമായിട്ടുള്ള അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നതുമാണ് നാം കാണുന്നത്. അനുസരണമില്ലാത്ത മക്കൾ, പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീജനങ്ങൾ, മാനസിക സമ്മർദ്ദത്തിലും പിരിമുറുക്കത്തിലും രോഗത്തിലും കഴിയുന്ന ജനതതി, ഇതെല്ലാം നമ്മുടെ മുമ്പിലൊരു യാഥാർത്ഥ്യമാണ്. ബൈബിൾ പ്രവചനാത്മകമായിട്ട് പറയുന്നുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരും നാനാവിധ മോഹങ്ങൾക്ക് അധീനരായിട്ട് സ്വയവഴിക്ക് നടക്കുന്നവരും ഒക്കെയായി മാറും എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്നു. ഒരുപക്ഷേ നാം തല ഉയർത്തി നോക്കിയാൽ നമ്മുടെ സമൂഹം ഈ തരത്തിലുള്ള ഒരു അവസ്ഥയിൽ കൂടി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനൊരു ചെറിയ കഥ ഓർക്കുകയാണ്. റഷ്യ ഭരിച്ചിരുന്ന നിക്കോളാസ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ പട്ടാളക്കാരുടെ ബാരക്കുകളിൽ കൂടിയൊക്കെ ഇടയ്ക്ക് വേഷപ്രച്ഛന്നനായി സഞ്ചരിക്കുക പതിവായിരുന്നു. ഒരിക്കൽ വൈകുന്നേര സമയത്ത് നന്നായി വൈകി അദ്ദേഹം ബാരക്കുകൾ കൂടി പോകുമ്പോൾ ഒരു ബാരക്കിനകത്ത് ഒരു പട്ടാളക്കാരൻ ഒരു അരണ്ട മെഴുകുതിരി വട്ടത്തിൻ്റെ മുമ്പിൽ തല കുനിച്ചിരുന്ന് ഉറങ്ങുന്നത് കണ്ടു. രാജാവ് അടുക്ക ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഒരു ചെറിയ കടലാസ് ഇരിക്കുന്നു. ആ കടലാസിനകത്ത് താൻ കൊടുത്തു തീർക്കാനുള്ള കടങ്ങളും താൻ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള നാനാവിധമായ പ്രശ്നങ്ങളും എല്ലാം എഴുതി വെച്ചിട്ട് അവസാനം ഒരു ചോദ്യം എഴുതി വെച്ചിട്ടുണ്ട്, ഈ കടങ്ങൾ ആര് കൊടുത്തു തീർക്കും? ഒരുപക്ഷെ മനുഷ്യവർഗം മുഴുവനും ചോദിച്ചുകൊണ്ടിരിക്കുന്ന അനേകം പ്രയാസങ്ങൾ കൂടി പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്ന മനുഷ്യർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് എവിടെ ഉത്തരം കിട്ടും? ആരിതെല്ലാം കൊടുത്തു തീർക്കും? എന്നിൽ ആർക്കും താല്പര്യമില്ല, ആരും എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കുന്നില്ല, ദൈവം പോലും എന്നിൽ തൽപരനല്ല എന്ന് പലരും വിചാരിക്കുന്നുവെങ്കിൽ, രാജാവ് കഥയിൽ പേപ്പർ എടുത്ത് വായിച്ചിട്ട് അതിനടിയിൽ ഒരു ഉത്തരം എഴുതി.
ആരെ കടം കൊടുത്ത് തീർക്കും എന്ന് ചോദിച്ച സ്ഥലത്ത് രാജാവ് രേഖപ്പെടുത്തിയത് സർ നിക്കോളാസ്. അദ്ദേഹം ഒപ്പിട്ടിട്ട് തൻ്റെ മോതിരം കൊണ്ട് അതിൽ മുദ്രയിട്ടു. കുറേ നേരം കഴിഞ്ഞ് രാജാവ് സ്ഥലം വിട്ടു. എന്നാൽ ഈ സൈനികൻ ഉണർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടപ്പോൾ ഇവിടെ രാജാവ് വന്നിരുന്നുവെന്നും തൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം രാജാവ് തരുമെന്നും ഉള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. പിറ്റേ ദിവസം രാജാവ് അദ്ദേഹത്തെ വിളിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തതായിട്ടാണ് കഥ പറയുന്നത്. നമ്മളുടെ എല്ലാ വേദനകളും വ്യഥകളും ദൈവം കാണുന്നുണ്ട്. വേദപുസ്തകത്തിൽ കഷ്ടതയിൽ കിടന്ന ഒരു ജനത്തെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ, ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ വേദപുസ്തകം പറയുന്നത് അവരുടെ സങ്കടം ദൈവം കണ്ടു, അവരുടെ നിലവിളി ദൈവം കേട്ടു, അവരുടെ കണ്ണുനീർ ദൈവം അറിഞ്ഞു, അവരെ സഹായിക്കുവാനായിട്ട് ഒരു മോശയെ ദൈവം അയച്ചു. അങ്ങനെയാണ് അവർക്ക് അവിടെ നിന്നൊരു വിടുതലുണ്ടായത്. ഈ സൈനികന് വിടുതൽ രാജാവ് കൊടുത്തതുപോലെ നമ്മളെ ഓരോരുത്തരെയും വിടുവിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ നിരാശകളിലൊക്കെ ദൈവത്തിന് താല്പര്യം ഉണ്ട്. എന്നാൽ പലർക്കും ദൈവം അങ്ങനെ നമ്മുടെ കാര്യങ്ങളിൽ താല്പര്യനാണെന്നൊരു വിശ്വാസമില്ല. വളരെ കാലങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് BC 700-നോടടുത്തായിരിക്കണം, യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ ഇസ്രായേൽ ജനങ്ങളോട് ഇങ്ങനെ പറയുകയുണ്ടായി, ദൈവം തന്നിൽ കൂടി സംസാരിച്ചതാണ്, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. എന്നാൽ മരിച്ചു പോകുന്ന മർത്തിനെയും പുല്ലുപോലെയായിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആര്? നമ്മൾ പലപ്പോഴും മരിച്ചു പോകുന്ന മനുഷ്യരെയും പുല്ലുപോലെയായിത്തീരുന്ന മർത്തിനെയുമാണ് ഭയപ്പെടുന്നത്. ആകാശത്തെ വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇടുകയും നിന്നെ സൃഷ്ടിക്കുകയും ചെയ്ത നിന്റെ സൃഷ്ടാവായ ദൈവത്തെ നീ ഭയപ്പെടാതെ, അന്വേഷിക്കാതെ, പീഡകൻ നിന്നെ നശിപ്പിക്കുവാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് എന്തിനാണ് നീ ഇടപെടാതെ ഭയപ്പെടുന്നത്? എന്തിനാണ് നീ ഇടപെടാതെ ഭീതിയിലാകുന്നത്? നിൻ്റെ ആഹാരത്തിന് മുട്ടുവരികയില്ല, നീ കുണ്ടറയിൽ കിടന്ന് മരിക്കുകയില്ല, നീ പീഡനത്തിന് ഇരയാകുകയില്ല. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമ്മളെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് യെശയ്യാവിൽ കൂടി ദൈവം അരുളി ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് നമ്മളുടെ കാര്യങ്ങളിൽ താല്പര്യമുണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നാം എല്ലാ കാര്യത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും ഞാൻ നേരത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മളുടെ വഴികൾ ദൈവത്തിന് സമർപ്പിക്കുവാനും ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാനും നാം തയ്യാറാകാത്തത് കൊണ്ടാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് കരുതാത്തത് കൊണ്ടാണ് നാം പ്രശ്നത്തിലായി പോകുന്നത്. മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നാം വിശകലനം ചെയ്താൽ ഏതാണ്ട് 75% പ്രശ്നങ്ങൾക്കും ഒരു ആത്മീയ അടിസ്ഥാനമുണ്ട്. അനാത്മീയമായി ദൈവബോധമില്ലാതെ മനുഷ്യർ ജീവിക്കുന്നത് കൊണ്ടാണ് പല വിധത്തിലുള്ള പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും മനുഷ്യനായി പോകുന്നത്. ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച ജോബിൻ്റെ കഥ അറിയാത്തവർ ഉണ്ടാവുകയില്ല. ജോബിൻ്റെ കഥയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവനും ഭൂമിയിലെ മൃഗങ്ങൾക്ക് ബുദ്ധി പഠിപ്പിക്കുന്നവനും ആകാശത്തിലെ പക്ഷികൾക്ക് ജ്ഞാനം നൽകുന്നവനുമായ എൻ്റെ സൃഷ്ടാവാം ദൈവം എവിടെ എന്ന് ഒരുവനും അന്വേഷിക്കുന്നില്ല, ഒരുത്തനും ചോദിക്കുന്നില്ല. വാസ്തവത്തിൽ ദൈവം എവിടെ, ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്ന് നാം അന്വേഷിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ദൈവത്തിൻ്റെ അടുക്കൽ പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. ദൈവം അതിനായിട്ട് കാത്തിരിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുൾ ചെയ്തത് നമ്മൾ ഓരോരുത്തരോടുമാണ്. മാനസിക വ്യഥകൾ അനുഭവിക്കുന്നവർ, ശാരീരിക പീഡകൾ അനുഭവിക്കുന്നവർ, മദ്യപാനത്തിൻ്റെ പിടിയിലായിരിക്കുന്നവർ, മറ്റ് വിധമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ, കടബാധ്യതകളിൽ, ഭാരങ്ങളിലൊക്കെ അലയുന്നവരായിട്ടുള്ള ആളുകളെ എല്ലാം ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് യേശു അവരെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങളെ വിടുവിക്കും, ഞാൻ നിങ്ങൾക്ക് സമാധാനവും ശാശ്വതമായിട്ടുള്ള ശാന്തിയും നൽകും. എന്നാൽ പലർക്കും യേശു എന്ന് കേൾക്കുമ്പോൾ ആ പേരിനെയും യേശു നൽകുന്ന ആശ്വാസത്തെയും ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. അതിനോടവർക്ക് പൂർണ്ണമായിട്ട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഞാൻ വീണ്ടും നിങ്ങളെ ചരിത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ഒരു കാലത്ത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ക്ഷാമത്തിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നു. ആ ക്ഷാമത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ജോസഫ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഫറവോൻ രാജാവ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ദേശത്തെ ക്ഷാമം കഠിനമായപ്പോൾ ജനങ്ങൾ എല്ലാവരും തന്നെ
രാജാവിൻ്റെ അടുക്കൽ, ഫറവോൻ്റെ അടുക്കൽ ചെന്നിട്ട് നിലവിളിച്ചിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് എവിടെ ധാന്യം കിട്ടും, ഞങ്ങൾ എങ്ങനെ ജീവിക്കും, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് ചോദിച്ചപ്പോൾ ഫറവോൻ പറഞ്ഞ ഒരു മറുപടി നാം ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ജോസഫിൻ്റെ അടുക്കൽ ചെല്ലുവീൻ, അവൻ നിങ്ങളോട് എന്ത് പറയുന്നുവോ അത് ചെയ്യുവീൻ. അത് കേട്ട ജനങ്ങൾ ജോസഫിൻ്റെ അടുക്കൽ ചെന്നു. ജോസഫ് ആ നാട്ടിലെ ഭരണകർത്താവായിരുന്നു. ഈ ക്ഷാമത്തെ മറികടക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ചരിത്രം അറിയാവുന്ന ആളുകൾക്ക് അത് ഓർക്കുവാനായിട്ട് സാധിക്കുമല്ലോ. ജനങ്ങൾക്ക് എല്ലാവർക്കും ജോസഫ് ധാന്യം കൊടുത്തു. വേദപുസ്തകം രേഖപ്പെടുത്തുന്നത് ഭൂമിയിലെ സകല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ജോസഫിൻ്റെ അടുക്കൽ വന്ന് ധാന്യം വാങ്ങി സന്തുഷ്ടരായിട്ട് മടങ്ങിപ്പോയി എന്നാണ്. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യവർഗത്തിൻ്റെ പ്രശ്നങ്ങളുടെ, അവൻ്റെ ആവശ്യങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരകനായിട്ടാണ് ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ആ യേശുവിൻ്റെ അടുക്കിലേക്ക് നാം നമ്മുടെ ഭാരങ്ങളുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവൻ നമ്മളെ ആശ്വസിപ്പിക്കുകയും അതേതാൾക്കും യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. എല്ലാ ജനതതികൾക്കും യേശുവിൻ്റെ അടുക്കിലേക്ക്, എല്ലാ രാജ്യക്കാരും ജോസഫിൻ്റെ അടുക്കൽ ചെന്ന് ആവശ്യത്തിന് ധാന്യം വാങ്ങി സന്തുഷ്ടരായി മടങ്ങിപ്പോയി എന്ന് നാം വായിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവൻ അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ് യേശുവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാരങ്ങളുമായിട്ട്, നമ്മുടെ അധ്വാനങ്ങളുമായിട്ട് നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ എന്താണ് തടസ്സമായിരിക്കുന്നതെന്ന് നാം ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഞാൻ നിങ്ങളെ ഒന്നാമത് ഓർപ്പിച്ചത് യേശുവിന് നിങ്ങളുടെ കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, ദൈവത്തിന് നിങ്ങളുടെ കാര്യങ്ങളിൽ താല്പര്യമുണ്ട്. നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. അവൻ നമ്മെ സ്നേഹിക്കുന്നു, അവൻ നമ്മുടെ സൃഷ്ടാവാണ്, അവന് നമ്മുടെ കാര്യങ്ങളിൽ താല്പര്യമുണ്ടെന്നാണ്. എന്നാൽ ഞാൻ നേരത്തെ യെശയ്യാവിൽ നിന്ന് ഉദ്ധരിച്ച് കേൾപ്പിച്ച വാക്യത്തിൽ നിങ്ങൾ കേട്ടതുപോലെ യെശയ്യാവിൽ കൂടി ദൈവം സംസാരിച്ചത് ഇങ്ങനെയാണ്: ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം നശിച്ചു പോകുന്ന മനുഷ്യനിലും മർത്യരിലും പ്രഭുക്കന്മാരിലും ഒക്കെയാണ് മനുഷ്യർ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ, യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ നാം ആശ്രയിക്കുന്ന ആശ്രയസ്ഥാനങ്ങളെ ഉപേക്ഷിച്ച് കളയുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഡോക്ടർമാരിലായിരിക്കാം ആശ്രയിക്കുന്നത്, നിങ്ങൾ സ്നേഹിതന്മാരിലായിരിക്കാം ആശ്രയിക്കുന്നത്, നിങ്ങൾ ബാങ്കുകളിലായിരിക്കാം ആശ്രയിക്കുന്നത്, നിങ്ങളുടെ ധനത്തിലായിരിക്കാം ആശ്രയിക്കുന്നത്, നിങ്ങളുടെ ആരോഗ്യത്തിലായിരിക്കാം ആശ്രയിക്കുന്നത്, നിങ്ങളുടെ ജ്ഞാനത്തിലായിരിക്കാം ആശ്രയിക്കുന്നത്. ഇങ്ങനെ പലവിധ കാര്യങ്ങളിൽ നാം ആശ്രയിക്കുമ്പോൾ എനിക്ക് ഇതെല്ലാം മതി, എനിക്ക് ദൈവം അത്ര ആവശ്യമുള്ള ഒരാളാണ് എന്നൊരു പക്ഷേ നമുക്ക് തോന്നുകയില്ല. എന്നാൽ ബൈബിൾ ജ്ഞാനിയായ ശലോമോൻ വഴി നമ്മെ ഉപദേശിക്കുന്നത് നിൻ്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, നിൻ്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക. നമ്മളിപ്പോൾ ആശ്രയിക്കുന്ന ആശ്രയസ്ഥാനങ്ങൾ വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു മനുഷ്യനും രണ്ടു പേരെ സേവിക്കുന്നതിനോ രണ്ട് ആശ്രയസ്ഥാനങ്ങൾ ഒരേ സമയത്ത് വെച്ച് പുലർത്തുന്നതിനോ കഴിയുകയില്ല. ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട്, രണ്ട് തോണിയിൽ നമുക്ക് കാല് വെച്ച് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളിപ്പോൾ ലോകത്തിലുള്ള മറ്റു പല കാര്യങ്ങളിൽ ആശ്രയിക്കുകയും അതോടൊപ്പം ദൈവത്തെ ആശ്രയിക്കാൻ തുടങ്ങുകയും ചെയ്താൽ അത് ശരിയാവുകയില്ല. നമ്മെ ദൈവം പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നാം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സേവിക്കുകയും എല്ലാ കാര്യത്തിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം, മുൻതൂക്കം, 100% ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ ഇടയാകേണ്ടതിന് ബൈബിളിൽ നിന്ന് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ഒരു സംഭവ കഥ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു ഒരിക്കൽ ബെഥേസ്ത എന്ന് പറയുന്ന ഒരു കുളക്കരയിൽ ചെല്ലുവാൻ ഇടയായി. ആ കുളത്തിൻ്റെ കരയിൽ അനേകം രോഗികൾ സൗഖ്യം ആഗ്രഹിച്ച് കാത്തുകിടക്കുകയാണ്. അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരു ദൂതൻ കുളം കലക്കും. കുളം കലക്കുമ്പോൾ ആദ്യം ആ കുളത്തിൽ ചാടുന്നവൻ ആരായിരുന്നാലും, ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവൻ്റെ രോഗത്തിന് സൗഖ്യം വരും. അവൻ ആ കുളത്തെയാണ് ആശ്രയിച്ച് കഴിയുന്നത്. യേശു അവൻ്റെ അടുക്കൽ വന്നിട്ട് സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ മറുപടിയായിട്ട് പറയുന്നത്, എന്നെ കുളത്തിലിറക്കുവാൻ ആരുമില്ല. യേശു ചോദിച്ചത് അതല്ല, ദൈവം നമ്മോട് ചോദിക്കുന്നതും അതല്ല. നിനക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? മറ്റൊരു സന്ദർഭത്തിൽ യേശു ഒരു കിണറ്റിൻ്റെ കരയിൽ ഇരിക്കുമ്പോൾ വെള്ളം കോരുവാനായിട്ട് ഒരു സഹോദരി അവിടെ വരികയുണ്ടായി. ശമരിയ സ്ത്രീ എന്നാണ് ബൈബിൾ ആ സ്ത്രീയെ വിശേഷിപ്പിക്കുന്നത്. അവൾ വെള്ളം അല്പം എനിക്ക് തരാമോ എന്ന് യേശു ചോദിച്ചപ്പോൾ, അതിനെ കോരുവാനായിട്ട് നിൻ്റെ കയ്യിൽ ഉപകരണങ്ങളില്ലല്ലോ, പാത്രമില്ലല്ലോ എന്നാണ് പ്രതിവചിച്ചത്.
അപ്പം മാനുഷികമായിട്ട് ആ വെള്ളത്തിന് വേണ്ടി ഈ കിണറിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു സ്ത്രീ, സൗഖ്യത്തിനായിട്ട് കുളത്തിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു രോഗി, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ അടുക്കൽ യേശു ചെന്നിട്ട് പറഞ്ഞത്, നീ എന്നിൽ ആശ്രയിച്ചാൽ നിനക്ക് ജീവനുള്ള വെള്ളം തരുവാനായിട്ട്, ഒരു നാളും ദാഹിക്കാത്ത വെള്ളം തരുവാനായിട്ട് എനിക്ക് കഴിയും എന്ന് യേശു സമരിയ സ്ത്രീയോട് പറഞ്ഞു. നിന്നെ സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിയും എന്ന് ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന ആളോട് പറഞ്ഞു. ഇങ്ങനത്തെ ധാരാളം അഭിമുഖങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലായിരുന്നപ്പോൾ ഐഹിക ജീവിതകാലത്ത് യേശു നടത്തിയത് നമുക്ക് കാണാം. യേശു പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആശ്രയിക്കുന്ന ആശ്രയസ്ഥാനങ്ങളെ വിടുക. അതൊരു കുളമാകാം, അതൊരു കിണറാകാം, അതൊരു സമ്പത്താകാം, അതൊരു വിദ്യാഭ്യാസമാകാം, അതൊരു ഡോക്ടറാകാം, അതൊരു ബാങ്കിൻ്റെ ലോണാകാം, എന്തുമായിക്കോട്ടെ, അതൊക്കെ വിട്ടിട്ട് എനിക്ക് എല്ലാറ്റിനും മതിയായത് എൻ്റെ ദൈവമാണ്, എൻ്റെ യേശുവാണ് എന്നുള്ള ബോധത്തോടെ. അങ്ങനെയാണല്ലോ നേരത്തെ ഫറവോൻ ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ, യോസഫിൻ്റെ അടുക്കൽ ചെല്ലുവീൻ, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുവീൻ. കാനാവിലെ കല്യാണത്തിൻ്റെ കഥ വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, യേശുവിൻ്റെ അമ്മ മറിയ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ താൻ ബാല്യക്കാരോട് പറഞ്ഞത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. നാം യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ നാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവൻ നമ്മോട് കൽപ്പിക്കും, അവൻ നമുക്ക് പറഞ്ഞു തരും. അതനുസരിക്കാൻ നാം സന്നദ്ധരാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങളിൽ താല്പര്യമുണ്ട്, അതിന് പരിഹാരം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് നാം ചെല്ലണം. എന്നാൽ എൻ്റെ ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ ചിലർ വീണ്ടും സംശയിക്കുന്നുണ്ടാകാം, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നാൽ അവൻ എന്നെ സ്വീകരിക്കുമോ? അങ്ങനെ സ്വീകരിക്കുവാൻ, എൻ്റെ ഈ ചെറിയ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വരുവാൻ, എൻ്റെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ, എന്നോട് ഇടപെടുവാൻ മാത്രം ഈ അഖിലാണ്ടത്തിൻ്റെ മുഴുവൻ ഉടയവനായിരിക്കുന്ന ദൈവത്തിന് സമയമുണ്ടോ, താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ താല്പര്യമുണ്ട്. ദൈവം അതിനെക്കുറിച്ച് വളരെ കൺസേൺഡ് ആണെന്ന് നമ്മളെ അറിയിക്കുന്നതിനായിട്ട് യേശു ഒരു നല്ല ഉപമ താൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഉപമയുടെ ടൈറ്റിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, മുടിയനായ പുത്രൻ അല്ലെങ്കിൽ ധൂർത്തുപുത്രൻ എന്നാണ് ആ ഉപമയുടെ പേര്. അതിൽ യേശു പറഞ്ഞത്, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരുവൻ അവൻ്റെ വീതമെല്ലാം വാങ്ങി വസ്തു നാനാവിധമാക്കി വിദൂര ദേശത്തേക്ക് പോയി വല്ലാത്തൊരു ജീവിതം ജീവിച്ച് എല്ലാം ബുദ്ധിമുട്ടിലായി കഴിഞ്ഞപ്പോൾ, കുറേ കാലം കഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവൻ ആലോചിച്ചു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയാലോ? ഞാൻ അവിടെ ചെന്നാൽ ഞാൻ എൻ്റെ അപ്പനോട് ക്ഷമ പറഞ്ഞിട്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, നിൻ്റെ വേലക്കാരിൽ ഒരുത്തനെ പോലെയെങ്കിലും എന്നെ ആക്കണം എന്നപേക്ഷിച്ചാൽ എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കുമായിരിക്കും, ഒന്ന് ട്രൈ ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് ആ മകൻ അപ്പൻ്റെ അടുത്തേക്ക് പോകുന്നതായിട്ടുള്ള ഒരു ഉപമ യേശു പറഞ്ഞിട്ടുണ്ട്. ആ മകൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ അപ്പൻ അവനോട് യാതൊരു കണക്കുകളും ചോദിക്കാതെ, ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് പൂർത്തീകരിക്കുവാൻ പോലും അപ്പൻ അനുവദിക്കാതെ അവൻ ദൂരത്ത് നിന്ന് തന്നെ വരുന്നത് കണ്ടപ്പോൾ അപ്പൻ വളരെ സന്തോഷത്തോടെ ഓടിച്ചെന്ന് അവനെ സ്വീകരിക്കുകയും അവനെ വീട്ടിൽ കൈക്കൊള്ളുകയും അവനാവശ്യമായ എല്ലാ കാര്യങ്ങളോട് ഒരുക്കി കൊടുക്കുകയും അവൻ്റെ വസ്ത്രം മാറി അവനെ കുളിപ്പിച്ചു, അവനെ ഷേവ് ചെയ്യിപ്പിച്ചു, ഒരു വലിയ സദ്യ ഒരുക്കി, എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് വളരെ സന്തോഷത്തോടെ ആ പിതാവ് മകനെ സ്വീകരിക്കുന്നതാണ് നാം കാണുന്നത്. ഇതൊരു പ്രതീകാത്മക കഥയാണ്. ഇതിൽ കൂടി യേശു നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്താണെന്ന് ചോദിച്ചാൽ, നാം മടങ്ങി ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് തയ്യാറായാൽ, നമുക്ക് സുബോധം വന്നാൽ, ആ മകൻ മടങ്ങി വരുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ ബൈബിൾ രേഖപ്പെടുത്തുന്നത് അവന് സുബോധം വന്നു. അവൻ ഇതുവരെ സുബോധമില്ലാത്തൊരു ജീവിതമാണ് നയിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇങ്ങനെ ദൈവം നമ്മളെ സഹായിക്കും, ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, പുതുജീവൻ നൽകുവാൻ തക്കവണ്ണം ദൈവം നോക്കിയിരിക്കുന്നു എന്ന ഒരു സുബോധം നിങ്ങൾക്ക് ഇതുവരെയും ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇന്നത്തെ ഈ ചിന്തകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും ദൈവം ഒരു സുബോധത്തിൻ്റെ ആത്മാവിനെ നൽകിയിട്ട്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാൻ മടങ്ങിച്ചെന്നാൽ ഈ ധൂർത്തുപുത്രനെ സ്വീകരിച്ച ദൈവം എന്നെയും സ്വീകരിക്കും. ഞാൻ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ എല്ലാം നാനാവിധമാക്കി കളഞ്ഞിട്ടുണ്ട്, എൻ്റെ അവസരങ്ങളെ ഞാൻ നഷ്ടമാക്കിയിട്ടുണ്ട്, ഞാൻ ഇതുവരെ ദൈവത്തെ വിളിച്ചില്ല എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നിങ്ങളെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കതിനൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സ്വീകരിക്കുവാനായിട്ട് ദൈവം സന്നദ്ധനായിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ കഥ നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. ഇത് യേശു തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതിനായിട്ട് പറഞ്ഞ ഒരു കഥ ആയതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത് മടങ്ങി അവൻ്റെ അടുത്തേക്ക് നാം ചെല്ലുവാനായിട്ട് തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതുവിധമായ പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാനായിട്ട് യേശുവിന് കഴിയും. ഈ നവവത്സരത്തിൽ നിങ്ങൾക്ക് പ്രശ്നരഹിതമായ, ഏകാന്തതയില്ലാത്ത, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച
നമ്മളെ അലട്ടുന്ന ഏത് തരത്തിലുള്ള പ്രശ്നമായിക്കോട്ടെ, ആകുലതകളിൽ നിന്ന് മോചനം കിട്ടിയിട്ട് നമ്മളുടെ മനസ്സിലുള്ള എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും ഒക്കെ വിടുതൽ പ്രാപിച്ചിട്ട് സമാധാനത്തിലും ശാന്തിയിലും തികഞ്ഞ പുതുജീവനിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും എല്ലാ വഴികളെയും തുറന്നു തരുവാൻ തക്കവണ്ണം യേശു ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഞാൻ വേറൊരു ചെറിയ കഥയും കൂടി, സെക്കുലറായിട്ടുള്ളൊരു കഥയും കൂടി ഓർക്കുകയാണ്. ഒരിക്കൽ ഇതുപോലെ തന്നെ ധൂർത്തുപുത്രനെ പോലെ തന്നെ ഒരു മകൻ വീട് വിട്ട് വിദൂര ദേശത്തേക്ക് പോയി. അവൻ്റെ ജീവിതമെല്ലാം നാനാവിധമായി കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ, ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തായിരുന്നു. ഞാൻ മടങ്ങി എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും. ഒരു പക്ഷേ ഞാൻ മടങ്ങി ചെല്ലുമ്പോൾ എൻ്റെ അപ്പൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറായേക്കാം, ചിലപ്പോൾ എന്നെ തിരസ്കരിച്ചേക്കാം, അറിഞ്ഞുകൂടാ. ലെറ്റ് മീ മേക്ക് എ ട്രയൽ, ഞാനൊരു ശ്രമം നടത്തട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പനൊരു കത്തെഴുതി. ആ കത്തിനകത്ത് പറഞ്ഞിരുന്നത്, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവുണ്ടല്ലോ, ആ മാവിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് അപ്പന് സന്തോഷമാണെന്നുണ്ടെങ്കിൽ ഒരു വെളുത്ത കൊടി കെട്ടിയിരിക്കണമെന്നാണ്. അപ്പന് ഇഷ്ടമില്ലെങ്കിൽ കൊടി കെട്ടണ്ട, ഞാൻ ട്രെയിനിൽ വരും, യാത്ര തുടരും. എന്നാൽ അപ്പനത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒരു വെളുത്ത കൊടി കെട്ടണം എന്ന് അപ്പനൊരു കത്തയച്ചു. ഈ കത്ത് കിട്ടിയപ്പോൾ പിതാവിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് പിടഞ്ഞു. അദ്ദേഹം ഒരു കൊടിയല്ല, അനേകം കൊടികൾ ആ മരത്തിൽ മുഴുവൻ കെട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എങ്ങനെയെങ്കിലും മകനിത് കാണണം, ഈ സ്റ്റേഷനിൽ ഇറങ്ങണം, വീട്ടിൽ വരണം എന്ന് അപ്പൻ ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അറിയിക്കുന്നത്. നിങ്ങൾ മടങ്ങി വരുവാനായിട്ട് ദൈവം കാത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ ഒന്നുകൂടെ ചുരുക്കത്തിൽ ഓർപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ തൽപരനാണ്. നിങ്ങളെന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റു പലതിലും ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തത്. നിങ്ങൾ ആശ്രയിക്കുന്ന ആശ്രയസ്ഥാനങ്ങളെ വിട്ട് അവിടുന്ന് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരിക. അവൻ നിങ്ങളെ വിളിക്കുന്നു, എൻ്റെ അടുത്തേക്ക് വാ, എന്നെ ആശ്രയിക്ക്, എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും എന്നവൻ പറയുന്നു. നമുക്ക് നമ്മുടെ ആ ആശ്രയങ്ങളെ വിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. നിങ്ങളെ സ്വീകരിക്കുവാൻ അവൻ ഒരുങ്ങിയിരിക്കുകയാണ്, അവൻ സന്നദ്ധനായിരിക്കുകയാണ്. നമുക്ക് അവൻ്റെ അടുത്തേക്ക് ചെന്ന്, അപ്പാ എന്നെ സ്വീകരിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ മടങ്ങി വരുന്നു എന്നവനോട് പറഞ്ഞാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം വഴിയൊരുക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.